ഇന്നൊരു 4 മണി പലഹാരമാണ് നമ്മളുടെ വീഡിയോ. പലഹാരത്തിൻ്റെ പേര് എന്ത് എന്ന് ചോദിച്ചാൽ കാര ഡയമണ്ട് എന്നാണ് പേര്. പേടിക്കൊന്നും വേണ്ട. സാധാരണ നമ്മളുടെ വീട്ടിലുള്ള എല്ലാ ചേരുവകളും വെച്ച് തയ്യാറാക്കുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് നമ്മളുടെ വീഡിയോ. കാര ഡയമണ്ട് അല്ലെങ്കിൽ മസാല ഡയമണ്ട് തയ്യാറാക്കാനായി ഒരു 250 ഗ്രാം മൈദ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം അല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് മതി കേട്ടോ. ഇനി പാകത്തിന് ഉപ്പ്, കുറച്ച് എള്ള്, കറിവേപ്പില നുറുക്കിയത്, കുറച്ച് ജീരകം, അല്പം വറ്റൽമുളക് ചതച്ചത്, ഒരു 4 വറ്റൽമുളക് ചതച്ചിട്ട് ഇതാണ് ഇട്ടിരിക്കുന്നത്, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് ഒരു 5 മില്ലി നെയ്യും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് ചപ്പാത്തി കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ആദ്യം ഒരു ചപ്പാത്തി പാകത്തിൽ വേണം കുഴച്ചെടുക്കാൻ. ഇനി ഒരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളായി ഉരുട്ടി ചപ്പാത്തി പരത്തുന്നത് പോലെ കനം കുറച്ച് പരത്തുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതേപോലെ ചപ്പാത്തി മാവിൻ്റെ അത്രയും വലിപ്പത്തിൽ ഒരു 8 ബോൾസ് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇതാ കണ്ടോ, ഈ ഒരു പാകത്തിൽ വേണം നമുക്ക് പരത്തിയെടുക്കാൻ. ഇനി നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഇതേപോലെ മുറിച്ചെടുക്കുക. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞു. ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഡയമണ്ടുകൾ ഇട്ട് കൊടുക്കുക. ഇതാണ്ട ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതാണ്ടോ, ഒന്നിനൊന്ന് തൊടാതെ നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇതാണ്ട ഇങ്ങനെ നമ്മൾ മുറിച്ചെടുത്ത് കഴിയുമ്പോൾ ഇനി ഒന്ന് നന്നായി ഫ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടത്. മസാല ഡയമണ്ട് എല്ലാം നന്നായി മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. കാര ഡയമണ്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും. വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്